യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരികത ആരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. നിത്യ സ്വർഗീയ നഗരത്തിൽ ആരാണ് പ്രവേശിക്കുന്നത്? നിത്യ സ്വർഗീയ നഗരത്തിൽ ആരാണ് വാഴുന്നത്? എല്ലാവരും അവിടെ എത്തുകയില്ല, എല്ലാവരും അവിടെ ചെല്ലുകയില്ല. ഇന്ന് നിത്യത എന്ന് പറയുന്നത് പലർക്കും ഒരു ചിന്താവിഷയം പോലുമല്ല. നിത്യത അങ്ങനെയൊന്നുണ്ട് എന്ന് പോലും പലരും ചിന്തിക്കാറില്ല. മരണശേഷമുള്ള നിത്യത എന്നതിനെക്കുറിച്ച് പലർക്കും അത് ഒരു
കടങ്കഥ പോലെയൊക്കെയേ തോന്നുന്നുള്ളൂ. ഏതോ ഭാവന പോലെയോ ഒരു പകൽ കിനാവ് പോലെയൊക്കെയേ തോന്നുന്നുള്ളൂ. നിത്യത ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഇന്ന് അനേകം ആളുകൾ അറിയുന്നില്ല, വിശ്വസിക്കുന്നില്ല. എന്നാൽ സത്യം, നാം ഒരു നാൾ മരിക്കും. മരിച്ചതിന് ശേഷം ഒരു നിത്യയുഗത്തിലേക്ക് പ്രവേശിക്കും, നിത്യതയിലേക്ക് പ്രവേശിക്കും. നിത്യതയ്ക്ക് അറുതിയില്ല, അന്തമില്ല, അവസാനമില്ല. നിത്യത അങ്ങ് അന്തമില്ലാത്ത കാലമാണത്. ഇവിടെ നമ്മുടെ ആയുഷ്കാലത്തിന് ഒരു പരിധിയുണ്ട്. ഒരുപക്ഷെ 70 80 അതല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ, വന്നാൽ 100 വയസ്സ് വരെ എന്ന് പറയട്ടെ. ഇതൊക്കെയുള്ളൂ ഒരു 100 കൊല്ലം. അതുതന്നെ അപൂർവമാണ്. ഒരു 100 ഒരുപക്ഷെ അതിനോട് അല്പം കൂടി കൂടുതലായിക്കൊള്ളട്ടെ. ഇതിൽ കൂടുതലൊന്നും നമ്മുടെ ഭൂമിയിൽ ആയുഷ്കാലമില്ല. എന്നാൽ നിത്യത എന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമുള്ള അനന്തതയാണ്. നിത്യതയിൽ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതും ഒരു യാഥാർത്ഥ്യമാണ്. സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിന് മുൻപൊരവസരത്തിൽ ഞാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഡോക്ടർ മോറിസ് റൗലിങ്സ് എന്ന് പറയുന്ന വിശ്രുതനായ ഒരു ഹൃദ്രോഗ വിദഗ്ധൻ, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ അദ്ദേഹം നിത്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിത്യതെന്ന് ഒന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ആത്മാവിന് നിത്യത എന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തയുണ്ടായിരുന്നില്ല. മരണശേഷം എല്ലാം തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അനേകം രോഗികളെ ഞാൻ ചികിത്സിക്കാറുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നവർ, ബ്രെയിൻ സ്ട്രോക്ക് വന്നവർ, പെട്ടെന്ന് മസ്തിഷ്കാഘാതം വന്നവർ, ഇങ്ങനെ അനേകം രോഗികൾ വരാറുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ അനേകർ വരാറുണ്ട്, അവർ ചികിത്സിക്കാറുണ്ട്. ചിലർ റിസസിറ്റേഷൻ കൊടുത്തു കഴിയുമ്പോൾ, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തു കഴിയുമ്പോൾ ചിലർ ജീവൻ പ്രാപിച്ചിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ഈ നിത്യത എന്നതിനെക്കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്നില്ല. മരിച്ചതിന് ശേഷം എല്ലാം തീർന്നു എന്നാണ് ഞാൻ ധരിച്ചു വച്ചിരുന്നത്. പക്ഷേ എൻ്റെ ചില രോഗികൾ, മരണമടഞ്ഞവർ, മരിച്ചതിന് ശേഷം അവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴാണ് നിത്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അവർ മരിച്ചതിന് ശേഷം ഒരുപക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞാകാം റിസസിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞ് അവർ ജീവൻ പ്രാപിക്കും. ജീവൻ പ്രാപിച്ച് വരുന്നവർ, എല്ലാവരും അല്ല, ചിലരെങ്കിലും ജീവൻ പ്രാപിച്ച് വരുന്നവർ അവരുടെ അനുഭവങ്ങൾ അവർ പറയുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്തെടുത്തതാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. അദ്ദേഹം പറയുകയാണ്, ബിയോണ്ട് ഡെത്ത്സ് ഡോർ എന്ന് പറയുന്നൊരു പുസ്തകം, ആദ്യമായിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകം അതാണ്, ബിയോണ്ട് ഡെത്ത്സ് ഡോർ. ആ പുസ്തകത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രസ്താവിക്കുന്നുണ്ട്. മരണവാതിലിനപ്പുറം എന്ന് വേണമെങ്കിൽ ആ പുസ്തകം തർജ്ജമ ചെയ്യാം. മരണവാതിലിനപ്പുറം, ബിയോണ്ട് ഡെത്ത്സ് ഡോർ. ഈ പുസ്തകം എഴുതിയതിന് ശേഷം പിന്നീട് അദ്ദേഹം വേറൊരു പുസ്തകം എഴുതി, ടു ഹെൽ ആൻഡ് ബാക്ക്. നരകത്തിലേക്ക് പോയിട്ട് തിരികെ വന്നു. ടു ഹെൽ ആൻഡ് ബാക്ക്. മൂന്നാമത് അദ്ദേഹം വേറൊരു പുസ്തകം എഴുതി, ബിഫോർ ഡെത്ത് കംസ്. മരണം വരുന്നതിന് മുൻപ്. ഈ 3 പുസ്തകങ്ങൾ അത് വായിച്ചപ്പോഴാണ് നമുക്കും മനസ്സിലാകുന്നത് നിത്യത എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ഗൗരവം എത്ര കണ്ടുണ്ട് എന്ന്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ചില ഡെഡ് ബോഡി, ഹാർട്ട് അറ്റാക്ക് മൂലം മറ്റും മരിച്ചുപോയവർ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാകാം റിസസിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞ് അവർ ജീവൻ പ്രാപിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന്. ഒരു അധികം പേരും നരകത്തിൻ്റെ ഭീകരതയിലേക്കാണ് പോയത് എന്ന്. അധികം പേരും നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് പോയിട്ട് അവർ ഈ ജീവൻ പ്രാപിച്ച് കഴിയുമ്പോൾ പറയുന്നു, അയ്യോ എന്നെ മരിക്കാൻ വിടല്ലേ, അയ്യോ എനിക്ക് പേടിയാകുന്നു, ഞാൻ കണ്ട ദൃശ്യങ്ങൾ, ഞാൻ കണ്ട കാഴ്ചകൾ ഭയാനകമായിരുന്നു, എന്നെ മരിക്കാൻ വിടല്ലേ, അയ്യോ എനിക്ക് മരണം പേടിയാകുന്നു, എനിക്ക് ആ സ്ഥലം ഇനി ചിന്തിക്കാൻ വയ്യ എന്ന് അവർ പറയുന്നു. അപൂർവം പേര് മാത്രം പറയുന്നു, അയ്യോ എന്നെ എന്തിനാണ് തിരിച്ച് കൊണ്ടുവന്നത്, എന്ത് മനോഹരമായ സ്ഥലം, എന്ത് മനോഹരമായ അവസ്ഥ, അനുഭവം, ഇത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ശാന്തി, സന്തോഷം, അതെങ്ങനെയെന്ന് മനുഷ്യ വാക്കുകളിൽ വിവരിക്കാൻ സാധിക്കുകയില്ല. അവർണ്ണനീയമായ സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും വളരെ അത്ഭുതകരമായ അനുഭവമാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്ന ചില അനുഭവ സാക്ഷ്യങ്ങൾ.
ഇതെല്ലാം ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന പേരിൽ ഡോക്ടർ എഡ്മണ്ട് മോഡി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ലൈഫ് ആഫ്റ്റർ ലൈഫ്, ജീവിതത്തിന് ശേഷമുള്ള ജീവിതം. ആ പുസ്തകത്തിലും ഇതുപോലുള്ള അനേകം അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിത്യത ഇല്ല എന്ന് വിചാരിച്ചിരുന്നത് പോലും നിത്യത ഉണ്ടായി എന്ന് മനസ്സിലാക്കി വരുന്നു. പക്ഷേ ഇന്നും ആധുനിക മനുഷ്യൻ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര കഴിഞ്ഞതിന് ശേഷം തിരികെ വന്ന് അദ്ദേഹം അല്പം പരിഹാസ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ബഹിരാകാശത്തിലെല്ലാം അന്വേഷിച്ച് നോക്കി ദൈവം അടങ്ങാനുണ്ടോ എന്ന്. ഞാൻ ദൈവത്തെ കണ്ടില്ല. അല്പം പരിഹസിച്ചാണ് പറഞ്ഞത്, കളിയാക്കിയാണ് പറഞ്ഞത്. 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം വളരെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. യൂറി ഗഗാറിൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചു ദൈവത്തെ കണ്ടില്ല എന്ന്. പരിഹസിച്ച് പറഞ്ഞതാണ്, കളിയാക്കി പറഞ്ഞതാണ്. വിശാലമായ അനന്തവിശാലമായ ബഹിരാകാശത്ത് അങ്ങാനും കാണാൻ കിട്ടുന്ന ആളാണോ ദൈവം? പക്ഷേ പരിഹസിച്ച് പറഞ്ഞു. മനുഷ്യന് പരിഹസിക്കാം, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. പരിഹാസികളും ആ നിത്യതയിലേക്ക് ചെല്ലേണ്ടി വരും, നിത്യതയെ അഭിമുഖീകരിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നിത്യത ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ നിത്യതയിൽ ഞാൻ സ്വർഗത്തിലെത്തുമോ നരകത്തിലെത്തുമോ? എൻ്റെ വാസം എവിടെയായിരിക്കും? ഞാൻ സ്വർഗവാസിയാകുമോ? ഞാൻ സ്വർഗത്തിൽ കടന്നു ചെല്ലാനിടയാകുമോ? വളരെ സാരവത്തായ ഒരു ചിന്തയല്ലേ അത്? ഗൗരവമേറിയ ചിന്തയല്ലേ? നാം ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ജീവിതം മരണശേഷം നിത്യ സ്വർഗീയ ശാന്തിയിലെത്തിയില്ലെങ്കിൽ തീരാ നഷ്ടം. എൻ്റെ കർത്താവേ, എനിക്ക് നിത്യതയുടെ തീരത്തെത്തണം, നിത്യസ്വർഗത്തിൻ്റെ തീരത്തെത്തണം, നിത്യശാന്തി തീരത്തെത്തണം. കർത്താവായ യേശുക്രിസ്തുവിനോട് എനിക്ക് വാഴണം, എനിക്ക് വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കട്ടെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം മുഴുവനും. അതുകൊണ്ട് എപ്പോഴും ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ടായെന്നോ, ഈ ലോകത്തിൽ ജോലി ചെയ്യണ്ടായെന്നോ, ആഹാരം ഉണ്ടാക്കണ്ടായെന്നോ, സ്കൂളിൽ വിടണ്ടായെന്നോ, പഠിപ്പിക്കണ്ടായെന്നോ, കുട്ടികളെ പഠിപ്പിക്കണ്ടായെന്നോ ഒന്നുമല്ല പറഞ്ഞത്. എല്ലാം മുറക്കി നടക്കണം, എല്ലാം ഉത്തരവാദിത്വത്തോடு തന്നെ നടക്കണം. പക്ഷേ എല്ലാം നടക്കുമ്പോഴും, പഠിത്തം നടക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, അല്ല ഉറങ്ങുമ്പോഴും, എപ്പോഴും ഒരേ ഒരു കാര്യം മാത്രം, എൻ്റെ കർത്താവേ, നിത്യതയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ നിത്യസ്വർഗത്തിൽ എത്തിയില്ലെങ്കിൽ നഷ്ടമാണല്ലോ കർത്താവേ, എനിക്ക് നിത്യസ്വർഗം തരണമേ, അതിനുള്ളതായ തടസ്സങ്ങൾ മാറ്റി തരണമേ. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ക്രിസ്തു ഉള്ളിടത്ത് ഞാൻ ചെല്ലും, ഉറപ്പ്. അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വരണമേ, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹവും നമ്മുടെ വാഞ്ചയും. ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന മഹാഭാഗ്യം ലഭിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ ഒടുവിലത്തെ പുസ്തകത്തിൽ പറയുന്നത്. ജീവൻ്റെ വൃക്ഷത്തിൽ അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കിക്കൊള്ളണം ഇവിടെ വച്ച്. ഈ ഭൂമിയിൽ ജീവനോട്ടിരിക്കുന്ന കാലത്ത് വസ്ത്രം അലക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറമേയുള്ള വസ്ത്രം അലക്കുന്ന കാര്യമല്ലല്ലോ. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കണം. ഇന്ന് മാനസാന്തരപ്പെട്ട അനേകം ആളുകളുണ്ട്. മാനസാന്തരപ്പെട്ടവർ പറയുന്നത് തീർച്ചയായിട്ടും വേദവാക്യങ്ങളാണ് താനും. പറയും, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ശരിയാണ്, സത്യമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. എന്നാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തിൻ്റെ പിന്നാലെ വിശ്വാസത്തിൻ്റെ ലക്ഷണമായി പ്രവൃത്തി ഉണ്ടാകും. വിശ്വാസം നിർജീവമായി പോകും പ്രവൃത്തിയില്ലെങ്കിൽ. യാക്കോബ് പറയുന്നതിനെക്കുറിച്ച് നിർജീവമായി വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസൃതമായ ഒരു പ്രവൃത്തി എന്നിലുണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് പ്രയോജനമില്ല. എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, എൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും, എൻ്റെ ജീവിതത്തിലെ തിന്മകൾ മാറിപ്പോകും. എൻ്റെ ജീവിതത്തിൽ തിന്മകൾ മാറുകയും നന്മ എന്നിൽ മൂലീകൃതമായി വരികയും ചെയ്യും, നന്മ എന്നിൽ മുട്ടിടുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ നന്മ വളരാൻ തുടങ്ങും. തിന്മയെ മാറ്റി നിർത്തി നന്മയെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കും. അതാണ് ആത്മീയമായ അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. അതിന് വിശ്വസിക്കുക, ഏറ്റുപറയുക, രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച്
ജോൺ വെസ്ലി പറയുന്നത് ചീപ്പ് ഗ്രേസ് എന്നാണ്. ചീപ്പ് ഗ്രേസ്, വില കുറഞ്ഞ കൃപ. വില കുറഞ്ഞ കൃപ. ദൈവത്തിൻ്റെ കൃപ സൗജന്യമാണ്, പക്ഷേ ദൈവം തരുന്ന രക്ഷ വിലയേറിയതാണ്, വളരെ വിലയേറിയതാണ്. ദൈവം തരുന്ന രക്ഷ, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട കാര്യമാണ്, വിലയേറിയ കാര്യമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ആത്മാവ് നഷ്ടപ്പെട്ടു, എല്ലാം ലോകം മുഴുവൻ നേടി, എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? എല്ലാം നേടി, ഉയർന്ന വിദ്യാഭ്യാസം നേടി, ഉയർന്ന ഡിഗ്രികൾ നേടി, വിജ്ഞാനത്തിൻ്റെ അതിഥ്യകയിൽ കയറി, വിജ്ഞാന മേഖലകളിൽ വളരെ ഉയർന്ന തലങ്ങളിൽ ജീവിച്ചു. ശരി, എല്ലാം ഉണ്ട്, സ്വത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല വീടുണ്ട്, ചുറ്റുപാടുകളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തിയില്ലെങ്കിൽ തീരാ നഷ്ടം. അതാണ് പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ത് പ്രയോജനം? ദൈവത്തിന് സ്തോത്രം. ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കണം, ജീവൻ്റെ വൃക്ഷത്തിൽ അധികാരമുണ്ടാകണം. ഒരു നഗരമുണ്ട്, നഗരം വരാൻ പോകുന്നുണ്ട്. ഇന്നത്തെ ഈ പ്രതലങ്ങളെല്ലാം, ഈ ഭൂമിയും ഇതിൽ കാണുന്ന കാര്യങ്ങളും ഈ അന്തരീക്ഷവും എല്ലാം നശിച്ചു പോകും, എല്ലാം നശിക്കും. അത് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം പൊടിഞ്ഞു തീരാൻ എത്ര നേരം വേണം? എല്ലാം തകർന്ന് ഒരു പിടി ചാരം പോലെ എന്നതുപോലെ പറയാൻ എന്താ, എത്ര കാലമുണ്ട്, എത്ര നേരമുണ്ട്? എല്ലാം തീരും. വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോസ്തലനായ പത്രോസിന്. പക്ഷേ അപ്പോസ്തലനായ പത്രോസിന് ജീവൻ്റെ ആത്മാവിൻ്റെ തീജ്വാല ഉണ്ടായിരുന്നു. അതുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി എന്നുള്ള പണികളും എന്തു പോവുകയും ചെയ്യും. മൂലപദാർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പത്രോസിന് എല്ലാം അറിയാമോ? മുക്കുവ തൊഴിലാളിയായി നടന്ന് ഗലീലാക്കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിന് എന്തറിയാം? പക്ഷേ മിനറൽസ്, മെറ്റൽസ് ആൻഡ് സോൾട്ട്സ് എല്ലാം കത്തിപ്പോകുന്നൊരു കാലം വരും. അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? ധാതുക്കളും ലവണങ്ങളും ലോഹങ്ങളും എല്ലാം കത്തിപ്പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, എല്ലാം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇതെല്ലാം കത്തി അഴിയുന്നൊരു സമയമുണ്ട്, എല്ലാം കത്തിപ്പോകും, തീർന്നു പോകും. ഇതാണ് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയുമെന്നാണ് മലാഖി പറയുന്നത്. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം മലാഖി പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പറയും, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താഴ്ടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. വേര് ശേഷിക്കുകയില്ല, കൊമ്പ് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മരത്തിൻ്റെ വേരും കൊമ്പും അല്ല, ഒന്നും യാതൊന്നും പിന്നെ ശേഷിക്കുകയില്ല. ഭൂമിക്ക് അടിയിലുള്ളത് ശേഷിക്കുകയില്ല, ഭൂമിക്ക് മീതെയുള്ളത് ശേഷിക്കുകയില്ല. എല്ലാം തകർന്നു പോകും. അതിനുശേഷം ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഉണ്ടാകും. ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. സത്യമാണിതെല്ലാം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, സാറേ ഇതെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയും, മോനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ആട്ടെ, നീ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് കാണുന്ന ഈ വെളിച്ചം അത് എങ്ങനെയാണ് ഉണ്ടായത്? അത് ഇലക്ട്രിസിറ്റി ഉണ്ട്. ആട്ടെ, ഇത് കാണിച്ചു തരാമോ? ഇലക്ട്രിസിറ്റി എങ്ങനെ കാണിച്ചു തരും? ഇലക്ട്രിസിറ്റി കാണാൻ കിട്ടുമോ? ദൈവത്തിന് സ്തോത്രം. ഈ ഇലക്ട്രിസിറ്റി കാണാൻ പറ്റുന്നില്ല. ആട്ടെ, നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പ്രാണവായു ശ്വസിച്ചിട്ടല്ലേ? അതെ. ഈ ഓക്സിജൻ നിനക്കൊന്ന് കാണിച്ചു തരാമോ? ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കാണിച്ചു തരാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? എങ്ങനെ കാണും? എന്നതുപോലെ കണ്ടാലേ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ നീ അബദ്ധത്തിലായി പോകും. അതുകൊണ്ട് കുഞ്ഞെ, നീ വിശ്വസിക്കൂ, ഇതെല്ലാം സത്യമാണ്. അനുഭവിച്ച ദൈവമക്കൾ പറയുന്ന കാര്യങ്ങളാണ്, അനുഭവിച്ച പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളാണ്. അനുഭവിച്ച പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് ആത്മാവിൻ്റെ വചനം ലഭിച്ച് പറയുന്ന അനുഗ്രഹീതമായ വചനങ്ങളാണ്. വിശ്വസിക്കുക. ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഉണ്ടാകും. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ബൈബിളിൽ പറയുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. പുതിയ യെരൂശലേം എന്ന ഒരു പുതിയ നഗരം മുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നു. നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാവില്ല, ഈ ചെറിയ ബുദ്ധിയിൽ അത് മനസ്സിലാവുകയില്ല. പുതിയ യെരൂശലേം എന്ന ആ സ്വർഗീയ നഗരം ഈ പുതുവാന ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നു. പുതിയ ഭൂമി, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു.
ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ ഈ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. യെശയ്യാ 66-ാം അധ്യായം, ലാസ്റ്റ് ചാപ്റ്റർ, അതിൽ പറയുന്നുണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറയുന്ന ഒരു ആശയമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിഞ്ഞുകൂടാ എപ്പോഴാണതെന്ന്, നമുക്കറിഞ്ഞുകൂടാ എന്നാണ്, നമുക്കറിഞ്ഞുകൂടാ എങ്ങനെ ഇരിക്കും, നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ സത്യം, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമി ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഈ പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ പുതിയ യെരൂശലേം എന്ന സ്വർഗീയ നഗരം ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിറങ്ങി വരുന്നത് അപ്പോസ്തലൻ കണ്ടു, ദർശനത്തിൽ കണ്ടു. വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കാണുകയാണ്. പ്രവചനത്തിൻ്റെ ആത്മാവിൽ മുൻകൂട്ടി കണ്ടു. അതിന് പറയുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല, സമുദ്രമില്ല. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? അത് നമുക്കറിയാൻ പാടില്ല. പുതിയ ആകാശത്തിൻ്റെ ഭൂമിയുടെ രൂപം എങ്ങനെയായിരിക്കും? ആർക്കറിയാം? അന്ന് നമുക്കറിയാറാകും. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാറാകും. കാരണം നാം അന്ന് കർത്താവിനോടുകൂടെ ആയിരിക്കും, യേശു ക്രിസ്തുവിനോടെ ആയിരിക്കുമ്പോൾ ആ പുതിയ യെരൂശലേം എന്ന പുതിയ നഗരം ഇറങ്ങി വരുമ്പോൾ യേശു കൂടെ ഇറങ്ങി വരും. ആ കൂട്ടത്തിൽ നാമവും കൂടെ ഉണ്ടായിരിക്കും. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. മനുഷ്യരോടുകൂടെ ദൈവം കൂടാരം അടിക്കുന്ന സമയം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതാണ് നാം തുറന്ന് വായിക്കുന്നത്. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മറുവിളിയും കഷ്ടതയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നതിൽ ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. വിശുദ്ധ നഗരം ഇറങ്ങി വരും. ഈ വിശുദ്ധ നഗരത്തിൽ പാർക്കുന്നവർ, ആർക്കാണ് നഗരത്തിലേക്ക് പ്രവേശനമുള്ളത്? എല്ലാവർക്കും ചെല്ലാൻ പ്രവേശനമില്ല. അകത്ത് കിടക്കുന്നവരാര്, പുറത്ത് നിൽക്കുന്നവരാര്? നമുക്ക് വായിക്കുക. അതാണ് 15-ാം വാക്യം, 22-15. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അനേകം പേര് പുറത്തു നിൽക്കും, ഏതാനും പേര് അകത്താകും. പുറത്ത് നിൽക്കും ചിലർ, അകത്താകും ചിലർ. ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും ജീവൻ്റെ വൃക്ഷത്തിൽ അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. വ്യക്തമായിട്ടാണ് പറയുന്നത്. ഒടുവിലത്തെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഈ ബൈബിളിലെ ഒടുവിലത്തെ അധ്യായത്തിൽ പറയുകയാണ്, ആരെല്ലാം അകത്ത് ആരെല്ലാം പുറത്ത്. ഇത് കേട്ടുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഇവിടെ വെച്ച് വസ്ത്രം അലക്കാൻ കിട്ടുന്ന സമയം നാം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് ജീവിത വസ്ത്രം അലക്കേണ്ട ദിവസമാണ്. ഇന്ന് ജീവിത വസ്ത്രം അലക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ തന്നെ രക്ഷാ ദിവസമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ഇപ്പോഴാകും സുപ്രസാദകാലം. പ്രവാചകൻ പറഞ്ഞത് അപ്പോസ്തലൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോൾ തന്നെ സുപ്രസാദകാലം. പ്രസാദകാലമാണ്, രക്ഷാ ദിവസമാണ്, വാതിൽ തുറന്നിരിക്കുന്ന സമയമാണ്. ആർക്കും അകത്ത് പ്രവേശിക്കാം, ആർക്കും വസ്ത്രം അലക്കി കിട്ടും, സൗജന്യമായി വസ്ത്രം അലക്കി കിട്ടും. ഇന്ന് നല്ല കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ശരിയാണ്, ആർക്കാ ഇല്ലാത്തത്? എല്ലാവരും അവരവരുടെ തോതിലുള്ളതായ ടെൻഷനുണ്ട്. ഓരോരുത്തർക്കും വലിയ ഇന്നർ കോൺഫ്ലിക്റ്റ്, അന്തർസംഘർഷങ്ങളുണ്ട്. അകത്ത് വലിയ സംഘട്ടനങ്ങളുണ്ട്. മനസ്സിൽ വലിയ വീർപ്പുമുട്ടുന്ന അനുഭവങ്ങളുണ്ട്, ശ്വാസം മുട്ടിക്കുന്ന അനുഭവങ്ങളുണ്ട്. എങ്ങനെ ഇനി അടുത്ത നിമിഷം ജീവിക്കേണ്ടു മനസ്സ് വലഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. ദുരിതത്തിൽപ്പെട്ട് വലയുകയല്ലേ മനുഷ്യരെല്ലാവരും? ദുരിതങ്ങൾ തന്നെ, ദുരിതം. എന്നാൽ ഈ ദുരിതപൂരിതമായ ലോകജീവിതത്തിൽ വെച്ച്
നാം സമ്പാദിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. സമ്പാദിക്കേണ്ട കാര്യം എൻ്റെ ജീവിതവസ്ത്രം അലക്കിയെടുക്കുക. വസ്ത്രം അലക്കണം. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രമലക്കണം. ഇന്ന് ലഭിക്കുന്ന വിലപ്പെട്ട സമയം അതാണ്. അതുകൊണ്ടാണ് ഈ ഭൗമിക ജീവിത ആയുസ് എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. ഈ ഭൂമിയിലെ ആയുസ് വിലയേറിയതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ വസ്ത്രം അലക്കിത്തീരാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകല്ലേ. എൻ്റെ ശുദ്ധീകരണം പ്രാപിക്കാതെ, ശുദ്ധീകരണം തേക്കാതെ ഞാൻ പോകാൻ ഇടവരല്ലേ. വിശുദ്ധിയെ തേക്കാതെ ഞാൻ പോകാൻ ഇടവരല്ലേ. മരണം അതിനു മുമ്പ് എന്നെ റാഞ്ചിക്കൊണ്ട് പോകല്ലേ. വിശുദ്ധീകരണം തികയാതെ ഞാൻ പോയാൽ കർത്താവേ പിന്നെ വിശുദ്ധീകരണം കിട്ടുകയില്ലല്ലോ. ജീവിതവസ്ഥ അലക്കി തരണമേ. സ്നേഹിതരെ, നിങ്ങൾക്കറിയാമോ, ഓരോ പ്രാവശ്യവും നിങ്ങൾ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതവസ്ഥ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, അലക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ഒരു കാലത്ത് നാം പാപത്തിൽ ജീവിച്ചവരാണ്, പ്രകടമായ പാപങ്ങളിൽ മുഴുകിപ്പോയവരാണ്. മദ്യപാനവും അശുദ്ധിയും വേണ്ടാതിനവും ചീത്ത പ്രവൃത്തികളും ദുർനടപ്പുകളും കൊലപാതകങ്ങളും, പക്ഷേ കൊലപാതകങ്ങൾ, ഭ്രൂണഹത്യകളും കവർച്ചകളും കൊള്ളകളും അസൂയയും പകയും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം ഉള്ളവരായിരുന്നു അല്ലേ? ആയിരുന്നല്ലോ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കേൾക്കൂ നിങ്ങൾ, അതെല്ലാം മാറി, അതെല്ലാം വിട്ടു, വേണ്ട എന്ന് വെച്ചു. ഇനി അങ്ങനെയുള്ള പാപപ്രവൃത്തികളിലേക്ക് പോകില്ല എന്ന് വിചാരിച്ചു. ഒരു സത്യമാനസാന്തരം കിട്ടി. അതൊരു വലിയ നേട്ടമാണ്. ഒരു മാനസാന്തരം കിട്ടിയെന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എന്നാൽ അവിടെ കൊണ്ട് നിർത്താനൊക്കെയില്ല. ജീവിതവസ്ത്രം ഇനി അലക്കേണ്ടിയിരിക്കുന്നു. നഗ്നരായി നടന്നവർക്കൊരു വസ്ത്രം കിട്ടി, നല്ലത്. നഗ്നനായി നടക്കുന്നവരൊരു വസ്ത്രം കിട്ടി, നല്ലതാണ്. പക്ഷേ ഈ വസ്ത്രം കിട്ടിയത്, വസ്ത്രം മുഷിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? വസ്ത്രം കറപറ്റിയാൽ എന്ത് ചെയ്യും? കറപറ്റിയ വസ്ത്രത്തോടുകൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പാവം വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയാം, കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരു രക്തത്താൽ എൻ്റെ ജീവിതവസ്ത്രം അലക്കിത്തരണമേ. എന്നെ നീ കഴുകണമേ. എൻ്റെ ഹൃദയത്തിലുള്ളതായ തിന്മയും അസൂയയും ദുഷ്ടതയും എല്ലാം നീ മാറ്റിത്തരണമേ. കർത്താവേ, എൻ്റെ നാഥ, എൻ്റെ ഹൃദയത്തിൽ പ്രകടമായ പാവമൊന്നും ഇല്ലാതെ ഞാൻ ധരിച്ചപ്പോഴും എല്ലാ തിന്മയും അകത്തുണ്ടായിരുന്നു. ചിന്തകളിലും എൻ്റെ വിചാരങ്ങളിലും എൻ്റെ വികാരങ്ങളിലും എല്ലാം പാവം ഉണ്ടായിരുന്നു. നാഥ, ഞാനതിപ്പോൾ തിരിച്ചറിയുന്നു. എന്നെ നീ ഒന്ന് കഴുകണമേ. മുഴുവനായി കഴുകിനെ വിശുദ്ധീകരിക്കണമേ. നാഥ, നിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ പറക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. എൻ്റെ ശരീരം രൂപാന്തരപ്പെട്ട് അല്ല, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതിന് ശേഷമാണെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് നാഥ തിരുസന്നിലേക്ക് പറന്നു വരാൻ എന്നെ നീ യോഗ്യനാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമുക്ക് സമർപ്പിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവിതവസ്ഥ അലക്കുവാൻ തരുന്ന സമയങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധീകരണം തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിശുദ്ധീകരിപ്പാനോട് തീർക്കാൻ നീട്ടുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ നിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. കർത്താവെ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.